പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം 1 കൊരിന്തോസ് 3:16 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ ഈശോ നമ്മളിൽ വസിക്കുന്ന ഒരു തിരുവചന ഭാഗത്തെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കുകയാണ്. വചനം പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചന ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗം ഇതാണ്. അന്ന് ആ കാലഘട്ടത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ ജനങ്ങളെ ബോധവാന്മാരാക്കുകയായിരുന്നു തിരുവചനത്തിലൂടെ. വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ആലയമാണെന്ന് നമ്മെ ബോധവാന്മാരാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആലയമെന്നാൽ ദൈവം വസിക്കുന്ന ഇടമെന്നാണ് പറയുന്നത്. ഈശോ വസിക്കുന്ന ഇടം. നമ്മൾ ഓരോരുത്തരും ദൈവത്തെ വഹിക്കുന്നവരാണ്. ദൈവം വസിക്കുന്ന ഒരു ആലയമാണ് എൻ്റെയും നിങ്ങളുടെയും ശരീരം. ആ ദൈവം വസിക്കുന്ന ആലയം പരിശുദ്ധിയിലാണോ വിശുദ്ധിയിലാണോ എന്ന് ഞാനും നിങ്ങളുമൊന്ന് സൂക്ഷിച്ചു നോക്കേണ്ട സമയമാണിപ്പോൾ. പ്രിയപ്പെട്ടവരെ, ആ ദൈവം വസിക്കുന്ന ഇടം പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുന്നവരാണോ നമ്മൾ ഓരോരുത്തരുമെന്ന് നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട നിമിഷമാണിപ്പോൾ. പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഇടമാണ് എൻ്റെയും നിങ്ങളുടെയും ഹൃദയം. ഞാനും നിങ്ങളും ആ ദൈവത്തിൻ്റെ ആത്മാവിനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ടബർനാക്കിളാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മളിലേക്ക് തന്നെ ഒന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തെ വഹിക്കുന്ന ഞാനും നിങ്ങളും ദൈവഹിതപ്രകാരമാണോ ജീവിക്കുന്നതെന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണോ ഞാനും ജീവിക്കുന്നതെന്ന്, അതോ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തെ വേദനിപ്പിച്ച് ജീവിക്കുന്ന മനുഷ്യരാണോ നമ്മൾ ഓരോരുത്തരുമെന്ന് നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട നിമിഷമാണ്. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാമായിരുന്നാലും ശരി, ഏതെല്ലാം അവസ്ഥയിലൂടെയാണോ ഞാനും നിങ്ങളും കടന്നു പോകുന്നതെങ്കിൽ തന്നെയും പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. തിരിച്ചു വരുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. ജെറമ്യ 15:19 പറയുന്നത് പോലെ, നീ എന്നിലേക്ക് തിരിച്ചു വന്നാൽ നിന്നെ ഞാൻ എൻ്റെ സന്നിധിയിൽ പുനഃസ്ഥാപിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, അകന്ന് ജീവിക്കുന്നൊരവസ്ഥയിലാണോ ഞാനും നിങ്ങളുമെന്ന് എങ്കിൽ ഇപ്പോൾ ഈ നിമിഷമെങ്കിലും നമുക്ക് നമ്മളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ട സമയമാണ്. പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരുവാൻ, ഈശോയിലേക്ക് തിരിച്ചു വരുവാൻ, ഈശോ വസിക്കുന്ന ആലയം വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാൻ കടപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. ആമേൻ.